प्यारे बच्चों नमस्ते। आज हम पढ़ेंगे हमारा नया पाठ का नाम है मुर्गी का डोसा। टेक योर टेक्स्ट बुक पेज नंबर 31। ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു പാഠമാണ്. പാഠത്തിൻ്റെ പേര് മുർഗി കാ ദോസ. എന്താണ് പാഠത്തിൻ്റെ പേര്? മുർഗി കാ ദോസ. മുർഗി ആരാണ്? hen. एक मुर्गी को कुछ दान के दाने मिले. एक मुर्गी को कुछ दान के दाने मिले. മുർഗി hen. ദാൻ എന്താണ്? ഗ്രെയിൻ. ദാനെ ഗ്രെയിൻസ് സീഡ് എന്നൊക്കെ പറയാം. അപ്പം ഒരു കോഴി അമ്മയ്ക്ക് കുറച്ച് എന്ത് കിട്ടി? ധാന്യങ്ങളുടെ വിത്ത് കിട്ടി. ഉസ്നെ അപ്പനെ ബച്ചോം സെ കഹാ ചലോ ഹം ഇനെ ബോനെ ചലേം. അപ്പോൾ ഈ കോഴിയമ്മ എന്ത് പറഞ്ഞു? തൻ്റെ മക്കളോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഇത് വിതയ്ക്കാനായിട്ട് പോകാം, നമുക്ക് ഒരുമിച്ച് പോകാം. കുറച്ച് വിത്തുകൾ ധാന്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോയിട്ടത് കുഴിച്ചിടാം. പെഹല ചൂജ പോല. പെഹല ചൂജ. അപ്പോൾ ചെറിയ കുട്ടി, 2 കോഴിക്കുട്ടികളാണ് കേട്ടോ. അവർ ആദ്യത്തേത് പറഞ്ഞു, मेरे दोस्त इंतज़ार कर रहे हैं, मैं आपकी मदद नहीं कर सकता. അപ്പം എന്താ പറയുന്നത് ആദ്യത്തെ ആള്? മേരെ ദോസ്ത് इंतज़ार कर रहे हैं. इंतज़ाർ എന്താ? വെയിറ്റ് ചെയ്യുക, വെയിറ്റിംഗ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് അമ്മേനെ സഹായിക്കാനായിട്ട് പറ്റില്ല. ദൂസര ബോല മുझे बहुत काम करने हैं, मैं आपकी मदद नहीं कर सकता. രണ്ടാമത്തെ ആൾ എന്താ പറഞ്ഞേ? എനിക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്, ഞാനും അമ്മയെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പം 2 പേരും ആരെ സഹായിച്ചില്ല? കോഴി അമ്മയെ സഹായിച്ചില്ല. മുർഗീനി ബഡി മെഹനത്ത് സെ ഗുദ് ദാൻ ബോയെ और कुछ ही समय में दान की फसल तैयार हो गई. അപ്പോൾ ഈ കോഴിയമ്മ എന്ത് ചെയ്തു? വളരെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് എല്ലാം വിതച്ചു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അത് വിളവെടുപ്പിനുള്ള സമയമായി. ജബ് ഉൻസെ चावल निकालने की बारी आई तो उसने बच्चों से फिर कहा, चलो मेरी मदद करो, दान से चावल अलग कर पीस लेते हैं. അപ്പോൾ എന്ത് പറഞ്ഞു? ഇത് വിളവെടുപ്പിനുള്ള സമയം വന്നപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? അതിൽ നിന്നും ചാവൽ അല്ലേ, അത് റൈസ്, അതൊക്കെ പുറത്തേക്ക് എടുക്കണം, അത് വെട്ടിയെടുക്കണം. എന്നിട്ടോ നമുക്കത് പൊടിക്കാനൊക്കെ ഉണ്ട്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ബച്ചോനെ കഹാ. അപ്പോൾ കുട്ടികൾ എന്താ പറയുന്നത്? നെഹി മാ ഹമാരെ പാസ് സമയ നെഹി ഹേ, ഹമേ ഗേൽനെ ജാനാ ഹേ. അപ്പോൾ എന്താ പറയുന്നത് അമ്മയുടെ അടുത്ത്? ഞങ്ങൾ വരില്ല സഹായിക്കാനായിട്ട്, ഞങ്ങൾക്ക് ഗേൽനെ ജാനാ ഹേ. എന്താ ഗേൽനെ? കളിക്കാനായിട്ട് പോകണം, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല, ഞങ്ങൾക്ക് കളിക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞു. മുർഗീനെ അക്കേലെ ഹി ദാൻ കി ഫസൽ കാട്ട് കർ ചാവൽ അലഗ് കിയെ. മുർഗി എന്ത് ചെയ്തു? കോഴിയമ്മ പോയിട്ട് എന്താ ചെയ്തത്? ഒറ്റയ്ക്ക് ആ ധാന്യങ്ങളൊക്കെ വെട്ടിയെടുത്ത് എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാം വെച്ചു, വേറെയാക്കി വെച്ചു. और जब उन्हें पीसने की बारी आई, പീസ്ന എന്താ? ഗ്രൈൻഡ് ചെയ്യുക, പൊടിക്കാനുള്ള സമയമായി. എല്ലാം വിത്തുകളും എല്ലാം വേറെയാക്കി വെച്ചു. तो मुर्गी ने फिर कहा, बच्चों चलो चावल पीसते हैं. അപ്പോൾ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അരിയൊക്കെ പൊടിക്കാം, വാ എൻ്റെ കൂടെ. मैं तुम्हें डोसा बनाकर खिलाऊंगी, ഞാൻ നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കി തരാം, നമുക്ക് അരി എടുത്തിട്ട് പൊടിക്കാം. അപ്പം എന്തുണ്ടായി? കുട്ടികൾ പോയോ? ബച്ചോനെ കഹാ നെഹി മാ ഹമേ ഹോംവർക്ക് കർനാ ഹേ, ഹം നെഹി ആ സക്തേ. ഞങ്ങൾക്ക് എന്താണ്? ഹോംവർക്ക് ചെയ്യാനുണ്ട്, ഞങ്ങൾ അമ്മയെ എന്ത് ചെയ്യില്ല? ഹെൽപ്പ് ചെയ്യാനില്ല, ഞങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്. മുർഗീനെ ചാവൽ കെ സാത്ത് ഉടദ് കി ദാൽ മിലായി. മുർഗി എന്ത് ചെയ്തു? അരിയുടെ കൂടെ
ഉടദ് കി ദാൽ മിലായി, ഉഴുന്ന് പരിപ്പ്, അതും കൂടെ അരിയുടെ കൂടെ മിക്സ് ചെയ്തു. ദോനോं को पीस लिया फिर वह डोसा बनाने लगी. എന്ത് ചെയ്തു? അരിയും ഉഴുന്നും എല്ലാം കൂടി മിക്സ് ചെയ്തു, അത് പൊടിച്ചു അല്ലേ, അതെല്ലാം പൊടിച്ചെടുത്തു. എന്നിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഏക്ക് എത്രയാ? ഏക്ക്, ദോ, തീൻ, ചാർ. ഉസ്നെ 4 ദോശ ബനായെ. എത്ര എണ്ണം ഉണ്ടാക്കി? 4 ദോശകൾ ഉണ്ടാക്കി. ജബ് വഹ് ഗാനെ കോ ബൈട്ടി തോ ദോനെ ബच्चे ദൗഡ് കർ ആയെ. അപ്പം 4 ദോശ ഉണ്ടാക്കി കോഴിയമ്മ. എത്ര ദോശ? 4 ദോശ. 4 ദോശ ഉണ്ടാക്കി. അതൊക്കെ വെച്ച് കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ ആര് വന്നു? 2 കുട്ടികളും കൂടി ഓടി വന്നു. എന്തിനാണ്? മാ ഹമേ ബി ഗാനെ കോ ദോ, മാ ഹമേ ബി ഗാനെ കോ ദോ. എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്കും കഴിക്കാനായിട്ട് താമ്മ അല്ലേ. ഹമേ ഭൂക്ക് ലഗി ഹേ ബച്ചോനെ കഹ. കുട്ടികൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഞങ്ങൾക്കും കഴിക്കാനായിട്ട് വേണം. മുർഗി ബോലി. അപ്പോൾ കോഴിയമ്മ എന്ത് പറഞ്ഞു? തും ലോകോനെ മേരി മദത് നഹി കി. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. മേ തും ലോകോं को ദോശ നഹി ദേ സക്തി. ഞാൻ നിങ്ങൾക്ക് ദോശ തരില്ല. നിങ്ങൾ എന്ത് ചെയ്തില്ല? എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദോശ തരില്ല. ബച്ചോനെ കഹ ഹമേ മാഫ് കർ ദോ മാ. അപ്പോൾ കുട്ടികൾ എന്ത് പറഞ്ഞു? ഞങ്ങളോട് ക്ഷമിക്കുക അമ്മേ, സോറി അമ്മേ എന്നൊക്കെ പറഞ്ഞു. അബ് ഹം ऐसा नहीं करेंगे. ഇനി ഞങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. സബ് കാം മിൽക്കർ കരേങ്കെ. സബ് കാം മിൽക്കർ കരേങ്കെ. ഞങ്ങൾ എല്ലാ ജോലികളും ഒരുമിച്ചിട്ട് തന്നെ ഞങ്ങൾ ചെയ്തോളാം. ഇതുപോലെ അമ്മേനെ ഒറ്റയ്ക്കൊന്നും ഇടില്ല, പറഞ്ഞതൊക്കെ അനുസരിച്ചോളാം, സോറിയൊക്കെ പറഞ്ഞു. മാ ഉനെ യഹി സംജാന ചാത്തി തീ. അമ്മ അവരെ ഇതൊന്നും മനസ്സിലാക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. സബ്നെ മിൽക്കർ ഖുഷി ഖുഷി ദോശ ഖായ. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ എന്ത് ചെയ്തു? ദോശ കഴിച്ചു. എങ്ങനെയുണ്ട് സ്റ്റോറി? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? മീനിങ്സ് പേജ് നമ്പർ 33. മുർഗി hen, bona to sow, പീസ്ന grind. മുർഗി ബോന പീസ്ന. നെക്സ്റ്റ് ദാൻ grain, इंतज़ार waiting, dosa dosa. दान इंतज़ार dosa. next दाने grains, फसल crop. माफ forgive. दाने फसल माफ. പഠിച്ചില്ലേ മീനിങ്സ്? ഓക്കെ. സമാനാർത്ഥ വാലെ ശബ്ദ. दोस्त मित्र, माफ क्षमा. दोस्त मित्र माफ क्षमा. मिलकर साथ साथ. होमवर्क गृह कार्य. होमवर्क गृह कार्य. खुद स्वयं. खुद स्वयं. उल्टे अर्थ वाले शब्द. पहला आखिरी. पहला आखिरी. जाना आना. जाना आना. माफ़ी सजा. माफ़ी सजा. मिलकर अकेले. मिलकर अकेले. प्रश्नों के उत्तर दीजिए. क्वेश्चन आंसर्स. किसको दान के दाने मिले? ആർക്കാണ് കിട്ടിയത് ഗ്രെയിൻസ്? ആർക്കാണ് വിത്ത് കിട്ടിയത്? മുർഗി അല്ലേ, കോഴിയമ്മയ്ക്ക്. മുർഗിക്കോ ദാൻ കെ ദാനെ മിലെ. മുർഗീനെ ചാവൽ കെ ദാനെ കാ ക്യാ കിയ. മുർഗി എന്താ ചെയ്തത്? മുർഗീനെ ചാവൽ കെ ദാനെ ബോയെ. മുർഗി അതെന്ത് ചെയ്തു? വിതച്ചു. ബോയെ വിതച്ചു. മുർഗീനെ ചാവൽ സെ ക്യാ ബനായ. മുർഗി അതുകൊണ്ട് ചാവൽ കൊണ്ട് എന്താ ഉണ്ടാക്കിയത്? മുർഗീനെ ചാവൽ സെ ദോസ ബനായ അല്ലേ. മുർഗീനെ ചാവൽ സെ ദോസ ബനായ. മുർഗീനെ കിത്തനെ ദോസെ ബനായേ.
मुर्गी ने कितने डोसे बनाए? 4 डोसे बनाए. 4 ദോശ ഉണ്ടാക്കി. क्या मुर्गी ने बच्चों को डोसा दिया? മുർഗി എന്താണ് കുട്ടികൾക്ക് ദോശ കൊടുത്തോ? हाँ കൊടുത്തു. सही उत्तर पर सही का निशान लगाइए. नेक्स्ट फर्स्ट क्वेश्चन, मुर्गी को क्या मिला? മുർഗിക്ക് എന്താണ് കിട്ടിയത്? ഗേഹു കെ ദാനെ और ദാൻ കെ ദാനെ. ഏതാണ്? സെക്കൻഡ് വൺ ആണ് കറക്റ്റ് ആൻസർ. ടിക്ക് ഇട്ടോളൂ കേട്ടോ. സെക്കൻഡ് വൺ ദാൻ കെ ദാനെ. നെക്സ്റ്റ്, കിസ്നെ മുർഗി की मदद की? ആരാണ് സഹായിച്ചത്? ബച്ചോനെ और किसी ने नहीं. ആരാണ് മുർഗിയെ ഹെൽപ്പ് ചെയ്തത്? കുട്ടികളാണോ? അല്ല, കിസീനെ നെഹി. സെക്കൻഡ് വൺ കേട്ടോ. അതിൻ്റെ ആൻസർ സെക്കൻഡ് വൺ ടിക്ക് ചെയ്യുക. ബോക്സിനുള്ളിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. മീനിങ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോട്ടിലേക്ക് എഴുതുക. ടിക്ക് ചെയ്യാനുള്ളത് ടിക്ക് ദ കറക്റ്റ് ആൻസർ ടെക്സ്റ്റിൽ ചെയ്യുക. स्टोरी നന്നായിട്ട് വായിക്കുക. आज इतना ही है, अगले क्लास में मिलेंगे. धन्यवाद.